കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതു നിലയിലാണ് നിഴലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വച്ചിരിക്കുന്നത് എന്നുള്ള പഠന പരമ്പരയുടെ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഉത്തമഗീതം വരെയുള്ള പുസ്തകത്തിലെയാണ് ദൈവം നമ്മെ പഠിക്കുവാനായി ഇടയാക്കിയത്. ഇന്ന് യെശയ്യാവ്, യിരെമ്യാവ് ഈ പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ ഏതു നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ്, യിരെമ്യാവ് ഈ പുസ്തകങ്ങളിൽ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന, നമ്മോട് വ്യക്തിഗതമായ ബന്ധം പുലർത്തുന്ന ക്രിസ്തുവിനെയാണ് പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നത്. യെശയ്യാവ് പറയുമ്പോൾ, ഉഴുവായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചേക്കുന്നു. നീ എനിക്ക് വിലയേറിയവനാകുന്നു. നീ തീയിൽ കൂടി കടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളത്തിലൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നീ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പ്രവാചകൻ പറയുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ആ നിലയിൽ പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവിനെ നാം കാണുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് അവിടെ പ്രവാചകൻ യിരെമ്യാവിനോട് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് പഴയ നിയമത്തിലും ദർശിക്കുവാൻ സാധിക്കും. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനവുമായി ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തും. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചത് മുതലാണ് ഇവിടെ നമുക്കൊരു ജീവിതം ഉണ്ടായത്. നമ്മൾ ജനിക്കും മുമ്പേ നിത്യതയിൽ തന്നെ നമ്മെ മുൻകാണുകയും നമ്മെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്ത ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ യെശയ്യാവ്, യിരെമ്യാവ് മുതലായ പ്രവാചകന്മാർ നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവുമായി നമുക്കുള്ള വ്യക്തിഗത ബന്ധം, അതിന്റെ സദൃഢത, അതാണ് ഈ രണ്ട് പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു.